ഹലോ ഗായ്സ്, ഡാഡിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ് ഗായ്സ്. അനിമോൾ കണ്ടിട്ട് അനിമോൾ എങ്ങട്ടാ പോണമ്മ? കല്യാണം. ഷർട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തതാണ്. ചിലപ്പോ അവിടെ ചെല്ലുമ്പോ മാറും. ഞാൻ ഓൾറെഡി കൊടുത്താട്ടോ ഗൈസ്, അപ്പൊ കുഴപ്പമില്ല. നിങ്ങളൊക്കെ ആ ഞാൻ ഓൾറെഡി ഇത് മേടിച്ചു ഗൈസ്. ഇവരൊന്നും മേടിച്ചിട്ടില്ല. എന്ത് മേടിച്ചു? ഗിഫ്റ്റ്. അപ്പൊ അങ്ങനെ നമ്മള് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് കല്യാണിക്കാണ് വന്നിട്ടുള്ളത്. നാളെയാണ് ബർത്ത്ഡേ, അതായത് ഓഗസ്റ്റ് 15-ന്. അപ്പൊ ഞങ്ങൾ വൈകിട്ടാണ് പോകുന്നത്. ഗൈസ്, ഞങ്ങൾ ഷർട്ട് മേടിച്ചു, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. ഞങ്ങള് പെർഫ്യൂം നോക്കാൻ വേണ്ടി പോവാം. ചിലപ്പോ മേടിക്കും. മാർക്കറ്റ് സിറ്റിക്കാണ് പോകുന്നത്. നടക്കുകയാണ്. എന്നെ ഓട്ടോയിൽ പോലും വിടാതെ ഇവള് നടപ്പിക്കാണ്ടില്ലേ. കൊട ഇട്ടിട്ടില്ല, മഴ പെയ്യാൻ നിക്കുക. നോക്കിയൊക്കെ ഞങ്ങക്ക് ഇവിടുന്ന് 2 മിനിറ്റ് മതിയാ. 2 മിനിറ്റ് ഒന്നല്ലേ? 5 മിനിറ്റിന്റെ കൂടുതലില്ല എന്തായാലും. പക്ഷെ നല്ല ബ്ലോക്കാണ്. ഓട്ടോ നല്ല വരുമ്പോഴേക്കും അതിൽ സ്പീഡിൽ ഞങ്ങൾക്ക് നടന്നു വരാം. ബൈ. പിന്നെ ഞങ്ങള് മാർക്കറ്റ് സിറ്റിക്കാണ് പോണത്. എന്താ വെച്ചാൽ ഓട്ടോ വിളിക്കാത്ത എന്താ വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. വണ്ടികളൊന്നും അനങ്ങണ പോലും ഇല്ല, അങ്ങനെ ബ്ലോക്കായി കിടക്കാണ്. നമുക്ക് നടക്കാൻ തന്നെ പറ്റണില്ല വണ്ടികളെ കൊണ്ട്. അതാണ് ബിൽഡിംഗ് ഇങ്ങനെ നോക്കിയാൽ കാണും. അതൊക്കെ ഓട്ടോ വിളിച്ചു പോണത് എന്തിനാണ്. അപ്പൊ അതാണ് നടന്നു പോയത്. പിന്നെ ഇതാ ഓണത്തിന്റെ അവിടെ ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയായി സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയത് MIOPക്കാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് പറഞ്ഞു കൊടുത്താൽ അവര് ഇങ്ങനെ മേക്ക് ചെയ്ത് തരുമല്ലോ. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അവരത് ഇങ്ങനെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ സ്റ്റുഡിയോ പോയി. വെറുതെ എടുക്കാനൊന്നുമില്ല, ജസ്റ്റ് അതിൽ പോയപ്പോൾ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഒന്ന് കയറിയൊക്കെ വിചാരിച്ചു. അവിടെയൊക്കെ നല്ല അടിപൊളിയായി സെറ്റാക്കിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഓണാശംസകൾ എന്നൊക്കെ എഴുതി നല്ല സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പെർഫ്യൂമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങളിവിടെ കയറിയ സമയത്ത് മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങിയപ്പോൾ മഴയൊന്നുമില്ല. മഴയൊക്കെ തോർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നു പോരാ വിചാരിച്ചു. അങ്ങനെ നടന്നു പോന്നു. പിന്നെ അവൾക്കൊരു ജ്യൂസ് മേടിച്ചു കൊടുത്തു. അങ്ങനെ അതും കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇത് പ്രകാശേട്ടനെ കാണാതെ ഒളിപ്പിച്ച് വെക്കണം. അപ്പോഴേക്ക് ഞങ്ങൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവരത് 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൗണിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു ചെറിയ റോഡാണ്. അവിടെ അധികം തിരക്കുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലേക്കുള്ള വഴിയാണിത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. നാളേക്കാണല്ലോ. അപ്പോൾ കേക്ക് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അപ്പോൾ വീട്ടിലേക്ക് ഡെലിവറി ഉണ്ടാവും. പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കണം. പിന്നെ ഷർട്ട് സൈസൊക്കെ ഓക്കെ ആവുമെന്ന് വിചാരിക്കണം. ഞാൻ വേറൊരു ഷർട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതേ സൈസ് നോക്കിയിട്ട് തന്നെ എടുത്തത്. ചിലപ്പോൾ സൈസ് ഒരുപോലെയാണെങ്കിലും ഫിറ്റിങ്സ് ശരിയാവാണ്ട് വരലുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് തന്നെ എടുത്തത്. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ഉണ്ടോ. പ്രകാശേട്ടന് അത്യാവശ്യമായിട്ട് ഷോപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കോൾ വന്നപ്പോൾ വേഗം ഡ്രസ്സ് മാറ്റുകയാണ്. ആ സമയം കൊണ്ടാണ് ഞങ്ങൾ വേഗം കേക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. ഇതൊന്നും മൂപ്പര് അറിഞ്ഞിട്ടില്ല, മൂപ്പര് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എപ്പോ പിച്ച് എപ്പോ ആണോ? കേക്ക് ഫ്രിഡ്ജിൽ കാണുമോയെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഫ്രിഡ്ജ് ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി തുറക്കുമ്പോൾ കേക്ക് കാണുമെന്ന് പേടിച്ചു. പക്ഷേ ഞങ്ങളതിൻ്റെ ഫ്രണ്ടിൽ വേറെ സാധനങ്ങളൊക്കെ വെച്ച് അതിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് മൂപ്പര് അറിഞ്ഞിട്ടില്ല. പിന്നെ വെള്ളം വെക്കുന്ന ആ ഒരു സൈഡാണല്ലോ നോക്കുള്ളൂ. അതുകൊണ്ടാണ് കേക്ക് കാണാഞ്ഞത്. ഇപ്പം കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വരൽ ഉച്ചയ്ക്കായിരിക്കും. അപ്പോൾ അതുവരെ ഇവർക്കൊരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ
വാശി പിടിച്ച് ഇപ്പം തന്നെ കട്ട് ചെയ്താൽ മൂപ്പർക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ധൃതിപ്പെട്ട് നിൽക്കുകയാണ്. കോൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് സ്റ്റുഡിയോന്നാണ് കേക്ക് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും അവിടെ നിന്ന് തന്നെ മേടിക്കാറ്. പക്ഷേ ചില സമയത്ത് അങ്ങോട്ട് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇന്ന് നല്ല അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ കേക്ക് ഇപ്പം സമയം ഒരു 7:30 ഒക്കെ ആയിട്ടേയുള്ളൂ കേട്ടോ. ആ സമയത്താണ് ഇപ്പം ഞങ്ങളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ ഉറങ്ങാറില്ല ആ സമയത്തൊന്നും. ഒരു 11:30, 11:45 വരെയൊക്കെ ഇങ്ങനെ ഇരിക്കലുള്ളൂ. പക്ഷേ ഇന്നലെ നേരത്തെ ഉറങ്ങിപ്പോയി. പിന്നെ അപ്പോൾ ഞാനും പ്രകാശേട്ടനും അങ്ങനെ കേക്കൊന്നും കഴിച്ചില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട്. പിന്നെ ഇതാ കുട്ടികൾ കഴിച്ചു. അവർക്ക് പിന്നെ എപ്പോഴാണേലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവർ കഴിച്ചു. പിന്നെന്താ ഇനി ഗിഫ്റ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കൊടുക്കണം. എല്ലാ വർഷവും ഞാൻ ഷർട്ട് എടുത്ത് കൊടുക്കും. കുട്ടികൾ പിന്നെ ചെറിയ കുട്ടികളല്ലേ. അവരെന്തെങ്കിലും ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊടുക്കാറാണ്. ഇപ്പൊക്കെ ഇപ്പം അവർ വലിയ കുട്ടികളായി. അപ്പോൾ അവർ പോക്കറ്റ് മണി വെച്ചിട്ടാണ് ഓരോന്ന് മേടിക്കുന്നത്. അപ്പൂൻ്റെ വകയാണ് ഈ പെർഫ്യൂം. അവൾ പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. പെർഫ്യൂം നല്ലൊരു സ്മെല്ലായിരുന്നു. ഒരു ഒരു മൈൽഡായിട്ട് നല്ലൊരു സ്മെല്ല്. ചിലത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തലവേദനിക്കില്ലേ. അപ്പം ഞാനവിടെ കുറേ സ്മെല്ല് അവരിങ്ങനെ നമുക്ക് കാണിച്ചു തരും. എന്ന് ഒരു നല്ലൊരു സ്മെല്ല് എനിക്കിഷ്ടപ്പെട്ടു. അത് എടുത്തു. പക്ഷേ അത് നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. സാധാരണ എനിക്കും പ്രകാശേട്ടനും കുട്ടികൾക്കൊന്നും അങ്ങനെ അധികം ഒരു സ്മെല്ലുള്ളത് ഇഷ്ടമല്ല. പക്ഷേ ഇത് നല്ല സ്മെല്ലായിരുന്നു. പിന്നെ കുട്ടൻ വാങ്ങിയതാണ്. അവളുടെ ഒരു വാലറ്റാണ് മേടിച്ചത്. അവൾ ഇത് ഓർഡർ ചെയ്തിട്ട് 2, 3 ദിവസമായി. 2, 3 ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു ചമ്മലാണ്. ഇതൊക്കെ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഷർട്ട് എടുത്ത്. ഷർട്ട് ഭംഗിയുണ്ടായിരുന്നു. നല്ല കളറായിരുന്നു. അങ്ങനെ പിന്നെ ഷർട്ട് പ്രകാശത്തിന് ഇഷ്ടമായി. കുഴപ്പമൊന്നുമില്ല. ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു കളർ ഇവിടെ ഇല്ല. അപ്പം പിന്നെ ഞാൻ അത് നോക്കിയെടുത്തു. ഒരു പീച്ച് കളറ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നൊരു കളറ്. ഭംഗിയുണ്ടായിരുന്നു. ഇനി അത് ഇട്ട് നോക്കിയാലേ ഉള്ളൂ സൈസ് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുക. അധികം റെഡിമെയ്ഡ് എടുക്കുമ്പോൾ അതിൻ്റെ കൈ ടൈറ്റ് ആവലാണ്. അപ്പോൾ ഇട്ട് നോക്കണം. പക്ഷേ ഇപ്പം മൂപ്പർക്ക് ഇട്ട് നോക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഇപ്പം അത് അവിടെ വെച്ച് പോയി. ഇനി വൈകിട്ട് വന്നിട്ട് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അങ്ങനെ പ്രകാശേട്ടൻ വേഗം പോയി. പിന്നെന്താ, പിന്നെ ഇനി ഇവരിതാ കേക്ക് കഴിക്കാനുള്ള ഇതിലാണ്. രാവിലെ കഴിക്കുകയാണ് കേട്ടോ. അതിൽ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ചായ ഒന്നും കുടിക്കാതെ തന്നെ കേക്കാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചായയൊക്കെ കുടിച്ചിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല. രണ്ടുപേരും രാവിലെ വെറും വയറ്റിൽ കേക്കാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷർട്ട് ഇതാണ്. എനിക്ക് ഈ ഷർട്ടിൻ്റെ കളർ നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷെയ്ഡായിരുന്നു. ഇനി ഇത് ഇട്ട് നോക്കിയാലേ അറിയുള്ളൂ. കുട്ടൻ പ്യൂമയുടെ പേഴ്സാണ് കേട്ടോ മേടിച്ചത്. അവൾ ഓൺലൈനിൽ മേടിച്ചതാ. പിന്നെ എന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു തോന്നണു അന്ന്. പിന്നെ പെർഫ്യൂം നമ്മൾ റീഫിൽ ചെയ്യുമ്പോൾ 10% ആണോ 20% ആണോ എന്നറിയില്ല. ഓഫൊക്കെ ഉണ്ടാവും നമുക്ക്. നേരെ എടുത്ത് വെക്കട്ടെ. ഇനിയിപ്പോൾ വന്നിട്ട് ഇട്ട് നോക്കുമ്പോൾ ഇനി റെഡി ആയില്ലെങ്കിൽ മാറ്റേണ്ടി വരും. അപ്പം ഞാൻ വേഗം കൈയോടൊപ്പം തന്നെ എടുത്ത് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ വേഗം അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇനി രാവിലത്തെ കുറേ പണികളും കാര്യങ്ങളും ആയിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണണേ. അപ്പോൾ ഓക്കെ, ബൈ.